മുൻ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു വിനയകുമാറിനെതിരെ ഒരു ഭീഷണിയുമായിട്ട് ശോഭാ സുരേന്ദ്രൻ വന്നിട്ടുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രന്റെ മറ്റേ പാലക്കാട് ഒരു വൃദ്ധമാതാവിനും പൈസ ഒരു 5000 രൂപ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തിൽ അത് ബിന്ദുവാണ് ചെയ്തത് എന്ന് പറഞ്ഞതും ബിന്ദു ആണ് ആ പണം നൽകിയതിന്റെ പിന്നിലെന്നും പറഞ്ഞിട്ട് ബിന്ദുവിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ഒക്കെ ഇപ്പൊ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ കടുത്തോണ്ടിരിക്കുകയാണ് പ്രശ്നം. ഇതിനെ നമുക്ക് എങ്ങനെ ഇത് അതായത് ഏത് രീതിയിൽ ഇതിന്റെ വഴി മാറാനാണ് സാധ്യത? ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഈ ഒട്ടും ഔചിത്യബോധമില്ലാതെ ഒരു പെരുമാറുന്ന വനിതാ നേതാവ് എന്നുള്ള നിലയിലാണ് പലപ്പോഴും ശോഭാ സുരേന്ദ്രനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ യാതൊരു മടിയും ഇല്ലാത്ത ഒരു വനിതാ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് ഇതിനു മുൻപ് ആലപ്പുഴ മത്സരിച്ചപ്പോഴും അതിനു മുൻപ് കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോഴും ഒക്കെ ബിന്ദു അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉയർത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്ന ആരോപണങ്ങൾ പലപ്പോഴും നമ്മളുടെ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പലതും കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ്. ഒരു ഘട്ടത്തിൽ EP ജയരാജൻ പാർട്ടി വിട്ടിട്ട് BJPയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ചർച്ച നടത്തി എന്ന് വരെ പറഞ്ഞുണ്ടാക്കിയ ഒരു വനിതാ നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പൊ ആ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പാലക്കാട് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കാണുകയായിരുന്നു. പാലക്കാട് ഇത്തവണ എങ്ങനെയും വിജയിച്ചേ മതിയാകൂ എന്ന് പറയുന്ന ഒരു വലിയ വിഷയമുണ്ട്. തന്നെയുമല്ല ഈ ഇപ്പൊ ദല്ലാൽ നന്ദകുമാർ ഇപ്പൊ പുതിയൊരു വിവാദവും കൂടി ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഈ ശോഭാ സുരേന്ദ്രനെതിരായി. ശോഭാ സുരേന്ദ്രന്റെ ഒരു 10 ലക്ഷം രൂപയുടെ വിവാദം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രന് ഒരു വീട് വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രന് നൽകിയിട്ടുണ്ടെന്നും അത് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു. ഇപ്പൊ ദല്ലാൽ വ്യക്തമാക്കിയിരിക്കുന്ന വേറൊരു കാര്യം, ശോഭാ സുരേന്ദ്രന്റെ ഒരു 7 ലക്ഷം രൂപ മറ്റൊരാളുടെ ഹരി മേനോൻ എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും ശോഭാ സുരേന്ദ്രന് 7 ലക്ഷം രൂപ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ അയാൾ പറയുന്നത് എനിക്ക് ആ പൈസയല്ല വേണ്ടത്, ശോഭാ സുരേന്ദ്രൻ നേരിട്ട് നൽകണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ശോഭാ സുരേന്ദ്രൻ പക്ഷേ പണം വാങ്ങിച്ചില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയ വാദങ്ങളൊന്നും നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. പകരം അതെല്ലാം ഉണ്ട് എന്നുള്ള നിലയിൽ തന്നെയാണ്. അപ്പം ശോഭ ചെയ്തിരിക്കുന്ന പണി വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുന്നേ 7-ാം തീയതി ഈ പണം ദല്ലാൽ നന്ദകുമാറിന് കൊടുത്തു. അപ്പം അതിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിട്ട് കളിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസം കണക്ക് വന്നനുസരിച്ച് നോക്കുകയാണെങ്കിൽ 40 ലക്ഷം രൂപ വരെയൊക്കെ ഇയാൾക്ക് മുടക്കാൻ കഴിയും. ഒരു സ്ഥാനാർത്ഥിക്ക് 4 കോടി വരെ മുടങ്ങുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട്. അപ്പം ശരിക്കും പണം ശോഭാ സുരേന്ദ്രന് വന്നിട്ടുണ്ട്. തന്നെയുമല്ല എനിക്കൊന്ന് പുതുച്ചേരിയിലെ ലെഫ്റ്റനന്റിന്റെ പദവി കിട്ടാൻ വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ ആവുന്നത് പരിശ്രമിച്ചതാണ്. അതിനു വേണ്ടിയിട്ട് പണം ഒഴുക്കാൻ വരെ ശോഭാ സുരേന്ദ്രൻ തയ്യാറായി എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ. ഇപ്പൊ ശോഭയുടെ പ്രസംഗമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ നാട്ടിലെ സ്ത്രീകളായ വോട്ടേഴ്സ് ഇതിനകത്ത് കമന്നടിച്ചങ്ങ് വീഴും. കാര്യം ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പിന്നെ തീപ്പൊരി പ്രസംഗമാണ്, വനിതകൾക്ക് വേണ്ടി ഇവിടെ ഭയങ്കര ശക്തമായി വാദിക്കുന്ന ഒരു നേതാവാണെന്നൊക്കെ കരുതിയിട്ടാണ് സ്ത്രീകൾ പലപ്പോഴും ഈ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റുന്ന ഒരു കാര്യം, പലയിടങ്ങളിൽ ഇപ്പൊ ഇത്തവണ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കൂടുതലാണ് ഇത്തവണ. അപ്പൊ സ്ത്രീ വോട്ടർമാർക്ക് വലിയ പ്രാതിനിധ്യമുണ്ട്. അപ്പൊ ആ വോട്ടെല്ലാം കൂടെ എങ്ങനെയും പിടിച്ചു മാറ്റുക എന്ന് പറയുന്ന ലക്ഷ്യം എപ്പോഴും ശോഭാ സുരേന്ദ്രൻ വെച്ച് പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ നിലവിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു വൃദ്ധമാതാവിന്റെ കയ്യിലേക്ക് 5000 രൂപ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അത് എനിക്ക് തോന്നുന്നു പുറത്തെവിടെയോ ബോംബെ ബേസ്ഡ് ആയിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. ഏറ്റവും ആദ്യം അവർ പറഞ്ഞ് എന്റെ കാറിനകത്ത് അവരുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് കാരണത്ത് ഉണ്ടായിരുന്നില്ല, അതിന്റെ നിഴലാണ് നിങ്ങൾ കണ്ടത് എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു ആർഗ്യുമെന്റ് ഉയർത്തിക്കൊണ്ട് വന്ന ഒരു നേതാവാണ്. എന്നിട്ട് പിന്നീട് പറഞ്ഞു അതിനകത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്ത് നിന്റെ കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കും എന്നൊക്കെയാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്നാലോചിച്ച് നോക്കൂ. എന്റെ വീഡിയോ എടുക്കരുത്. നാട്ടിലുള്ള എല്ലാ ചാനലുകളിലും ശോഭാ സുരേന്ദ്രന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാരും ശോഭാ സുരേന്ദ്രന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാൻഡിഡേറ്റ് ആണ്, ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. അപ്പൊ അത്തരം കാൻഡിഡേറ്റിന്റെ ചിത്രങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ നമുക്കറിയാം തെഹൽക്ക പോലെയുള്ള സ്ട്രിംഗ് ഓപ്പറേഷൻസ് ഒരുപാട് നടന്നിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ രാജ്യം. പല കള്ളത്തരങ്ങളും അതിലൂടെ പൂച്ചകളും പുറത്തിയാടിയിട്ടുമുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ 5000 രൂപ കൊണ്ട് കൊടുക്കുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നത് പല തെരഞ്ഞെടുപ്പ് വേദികളിലും അല്ലെങ്കിൽ പല വേദികളിലും ശോഭാ സുരേന്ദ്രനൊപ്പം അവരുണ്ടായിരുന്നു. അപ്പോ
ഈ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ കള്ളം പറയാൻ പഠിച്ചു. എന്നിട്ട് ഏറ്റവും അവസാനം ഈ പയ്യൻ പിന്നെ ലൈംഗിക ചേഷ്ട കാണിച്ചു വണ്ടിക്കകത്തിരുന്നിട്ട്. 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ പയ്യൻ അവിടെ നിന്ന് ശോഭാ സുരേന്ദ്രൻ, അവന്റെ അമ്മയെക്കാട്ടി പ്രായമുള്ള ഒരു സ്ത്രീയാണെന്ന് ശോഭാ സുരേന്ദ്രൻ, അവരെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറയുമ്പോൾ അവന് എന്താണ് പിന്നെ ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കാൻ പാടുണ്ടോ സത്യത്തില്? അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്തിനാണ് ആ പയ്യൻ ചോദ്യം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ അവർ പണം കൊടുത്തു. അത് തെറ്റാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പിന്നെ പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാരിതോഷികം നൽകാൻ പാടില്ല എന്നുണ്ട്. ഇതേ പാർട്ടിക്കാരിലെ പിന്നെ കിറ്റ് കൊണ്ടുവന്ന് കൊടുത്തത്, കിറ്റ് എടുത്തു വെക്കുന്നു, പണം കൊടുക്കുന്നു, മദ്യം കൊണ്ടു നടക്കുന്നു. ഇതൊക്കെ BJP പോലുള്ള പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ശോഭാ സുരേന്ദ്രൻ ഏറ്റവും ഒടുവിൽ ഈ ബിന്ദു പിന്നെ വിനയകുമാർ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിന്റെ മേലെ വിളിക്കുന്ന തെറി, ആ ഓഡിയോ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെയാണ് ഈ പൊതുജീവിതത്തിൽ പെരുമാറുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരെല്ലാം പൊതുജീവിതത്തിൽ മുഖത്ത് കുറെ ചായം പുരട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ വായിൽ നിന്ന്, അല്ലെങ്കിൽ താനൊരു എന്താ പറയാ, ഇതൊക്കെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ലാതെ നമ്മളാരും ഈ രഹസ്യത്തിനകത്തിരിക്കുന്നവരല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും പരസ്യപ്പെടലാണ് നമ്മളെല്ലാവരും ഈ ഇന്നത്തെ ഒരു തലമുറ നിൽക്കുന്നത്. സർവൈലൻസുകളിലാണ് നമ്മളെപ്പോഴും. ഈ പറയുന്ന പോലെ നമ്മൾ പുറത്തോട്ട് തിരിഞ്ഞ ഉടനെ CCTV സർവൈലൻസ്, എല്ലായിടത്തും നമ്മളെ നിരീക്ഷിക്കാൻ കണ്ണുകളുണ്ട്. CCTV സർവൈലൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ പിന്നെ ഗൂഗിള്, നമ്മുടെ ഫോണിലെ എന്താ പറയാ, നമ്മൾ GPS ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ റൂട്ടുകൾ നമുക്ക് മറ്റുള്ളവർക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പം ആവുന്ന സാഹചര്യം. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടെന്നേ. നമ്മൾ ഒട്ടും സേഫ് അല്ല മീൻസ് നമ്മൾ ഒട്ടും സ്വകാര്യതയുള്ള വ്യക്തികളല്ല. നമ്മളെല്ലാം പരസ്യപ്പെടുത്തൽ നമ്മൾ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ തന്നെ ഒരിടത്തുനിന്ന് നമ്മൾ ബൈക്കിലോ കാറിലോ ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇപ്പൊ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്ര CCTV ക്യാമറകളിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. നമ്മളുടെ വാഹനം പെട്ടിട്ടുണ്ട്, സർക്കാരിന്റെ ഉണ്ട്, പിന്നെ നമ്മുടെ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഉണ്ട്, ഇത് കൂടാതെ പല വീടുകളുടെ ഉണ്ട്, ഷോപ്പുകളുടെ ഉണ്ട്. അങ്ങനെ തുടങ്ങി എത്ര CCTVകളിൽ നമ്മൾ പെട്ടിട്ടുണ്ട് നമ്മളറിയോ? ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആരും സ്വകാര്യതയിൽ അഭിരമിച്ച് ജീവിക്കുന്നവരൊന്നുമല്ല. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വനിതാ നേതാവ്, അതും വിശേഷിച്ച് ആലപ്പുഴയുടെ ഒരു വനിതാ നേതാവാണ്, അവരെ വിളിച്ചിട്ട് കണ്ണു പൊട്ടുന്ന തെറി വിളിക്കുക. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാളെ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. ഞാൻ നിയമപരമായി നിന്നെ നേരിടും, നിയമപരമായി നിന്നെ തകർത്ത് കളയും, അത് ചെയ്യും, നിന്റെ കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കും. എന്ത് കാലമായത് ശരിക്കും പറഞ്ഞാൽ. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ നേതാവിന് ചേരുന്ന പ്രവൃത്തിയാണ് ഇതൊക്കെ. സ്വാഭാവികമായിട്ടും നാളെ ഇവർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെന്ന്. ഇവരൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ BJP ഈ കഴിഞ്ഞ കാലങ്ങളിൽ സാമ്പത്തികമായി ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ശരിക്കും കൊടകര കുഴൽപ്പണ കേസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു സുരേന്ദ്രന്റെ പത്തനംതിട്ട മഞ്ചേശ്വരം എന്താ പറയാ ഹെലികോപ്റ്റർ യാത്ര, ആ ഹെലികോപ്റ്റർ യാത്രയിൽ പണം കടത്തി എന്നൊക്കെയാണ് ആരോപിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ എത്ര പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലാണ് നമുക്ക് പല ആൾക്കാരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ED അന്വേഷണം അത് ഇതെന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യിക്കുക. അല്ല, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് അതായത് സാമ്പത്തിക ക്രമക്കേടുകൾ ഇടയ്ക്ക് എപ്പോഴും നമ്മൾ കേട്ടതാണ്. മെഡിക്കൽ കോളേജ് സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് പറ്റിച്ചു. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധിയായ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സത്യത്തിൽ BJP. ആ BJPയിലെ ഒരു പ്രമുഖയായ വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ പെരുമാറിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ഇതിനു മുമ്പ് നമ്മൾ കേട്ടാൽ എനിക്ക് അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്. അത് ഈ പോസ്റ്റാണ്, ഈ ലെഫ്റ്റനന്റിന്റെ പോസ്റ്റാണ്. പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലെഫ്റ്റനന്റ് ആണല്ലോ ഭരണം നടത്തുന്നത്. അപ്പൊ അതിന്റെ സുപ്രീം അതോറിറ്റിയായി മാറുകയാണ് പിന്നെ ശോഭാ സുരേന്ദ്രൻ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് പണം മുടക്കുക എന്നുള്ളതാണ്. ആ പണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അവരൊക്കെ ചിന്തിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ ജനസേവനം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിച്ച് പുണ്യം കിട്ടാൻ വേണ്ടിയാണോ ആരെങ്കിലും ജനസേവനത്തിന് ഇറങ്ങുന്നത്? അല്ല, ഇതിലൂടെ അവർക്ക് കിട്ടാൻ പോകുന്ന ചില റൈറ്റുകളുണ്ട്, ചില പ്രിവിലേജുകളുണ്ട്, ചില എന്താ പറയാ ചില പ്രയോജനങ്ങളുണ്ട്. ഈ പ്രയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ശരിക്കും പറഞ്ഞ് ഇറങ്ങുന്നത്. അപ്പം അതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വക്താവ് എന്നുള്ള നിലയിൽ തന്നെ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ കാണേണ്ടത്. ഇപ്പൊ ഈ ശോഭാ സുരേന്ദ്രനെതിരായിട്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ എല്ലാം തന്നെ നാളെയിലേക്ക് നമുക്ക് നൽകുന്ന ദുസ്സൂചനകളാണ്. എന്ന് വെച്ചാൽ ഇത്തരക്കാരെ നിങ്ങൾ ഒരിക്കലും വിജയിപ്പിക്കരുത്, ഇത്തരക്കാരെ ഒരിക്കലും അധികാരത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഏത് തരത്തിൽ വേണമെങ്കിലും ആളുകളോട് പെരുമാറാം. ഇപ്പം വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറേണ്ടടുത്ത് അങ്ങനെ പെരുമാറാം, തെറി വിളിക്കേണ്ടടുത്ത് തെറി വിളിക്കാം, ഇനി സാമ്പത്തികം ഇറക്കി കളിക്കേണ്ടടുത്താണെങ്കിൽ സാമ്പത്തികം ഇറക്കി കളിക്കും. അല്ലെ, വോട്ട് മേടിക്കാൻ വേണ്ടി കള്ള് മേടിച്ചു കൊടുക്കണോ, കിറ്റ് കൊടുക്കണോ, അതല്ല ഇനിയിപ്പം പിന്നെ സാമ്പത്തികം കൊടുക്കണോ, സാരി വാങ്ങി കൊടുക്കണോ, ഇതിനെല്ലാം അവർ തയ്യാറാണെന്നേ. കാര്യം ഫണ്ട് ധാരാളമായി വന്ന് കുമിഞ്ഞു കൂടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് 7 ലക്ഷം രൂപ കൊടുത്തു തീർക്കണമെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ ഈ പണം വരാഞ്ഞിട്ടാണോ?
അല്ല, എന്നിട്ട് എന്തുകൊണ്ടാണ് ക്രൈം നന്ദകുമാറിനെതിരായിട്ട് അവർ കേസ് ഫയൽ ചെയ്യാത്തത്? ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ചില്ലേ? ക്രൈം നന്ദകുമാറിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത് കേസ് ഫയൽ ചെയ്യാത്തത്? അപ്പം അങ്ങനെ ഒരുപാട് ക്രൂക്കഡായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലേക്ക് എടുത്തുയർത്തപ്പെട്ട് കാണിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ.